റിസർച്ച് ടീമിനോട് ഞാൻ പറഞ്ഞു നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ 5 കാര്യമാണ് അവരോട് പറഞ്ഞത്. ഒന്ന്, അരിയും ഗോതമ്പും ഇല്ലാത്ത ഒരു ഭക്ഷണക്രമം ഉണ്ടാക്കണം, ഭക്ഷണ സാധനം ഉണ്ടാക്കണം. രണ്ടാമത്, ഇത് നമ്മുടെ നിത്യ ഭക്ഷണ സാധനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലായിരിക്കണം. മൂന്നാമത്, അതിൽ പ്രിസർവേറ്റീവ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, 100% ഹെൽത്തി ആയിരിക്കണം. നാലാമത്, ഇത് കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ ഇവരോട് പറയണം. ഈ രീതിയിലൊരു ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഏകദേശം ഞങ്ങളുടെ റിസർച്ച് ടീമിൻ്റെ 4 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഒടുവിലാണ് നമ്മളൊരു 10 പ്രോഡക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ അകത്ത് റൈസ് ഇല്ല, വീറ്റ് ഇല്ല, ഈ പറഞ്ഞ ലോ കാർബോ, ഹൈ പ്രോട്ടീൻ, ഗുഡ് ഫാറ്റ്, ഗുഡ് ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ്, മിനറൽസ്. ഇത് കഴിക്കുന്ന ഒരാൾക്ക് വാസ്തവത്തിൽ വേറൊരു സപ്ലിമെൻ്റ് ആവശ്യമില്ല. നമ്മളിതുകൊണ്ട് ചപ്പാത്തി, പുട്ട്, ഇഡ്ഡലി, ദോശ, അതുപോലെ നൂഡിൽസ്, പാസ്ത, അതുപോലെ ഉപ്പുമാവ്, ഇടിയപ്പം, ബട്ടൂര, അങ്ങനെ ഒരു 10 പ്രോഡക്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആദ്യത്തെ 2 പ്രോഡക്ട്സ് പുട്ടും ചപ്പാത്തിയും അതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ 2 നേരമെങ്കിലും ഈ ഞങ്ങളിത് പറയുന്ന നേച്ചേഴ്സ് നർച്ചർ എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം. സൂപ്പർ ഫുഡ് എന്നാണ് ഞങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ഈ നേച്ചേഴ്സ് നർച്ചറിൻ്റെ സൂപ്പർ ഫുഡ് 2 നേരമെങ്കിലും ഒരാൾ കഴിച്ചാൽ ഒരു 30% ഇൻടേക്ക് മെഡിസിൻ അല്ലെങ്കിൽ ഇൻസുലിൻ കുറയ്ക്കാം. നമുക്ക് ആരോഗ്യപരമായ ഒരു ജീവിത രീതി പോസിബിളാണ്. അത് ഇപ്പം ഒരു ഡയബറ്റീസ് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ പോലും ഐഡിയൽ വെയിറ്റ് ഗെയിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ ന്യൂട്രീഷ്യൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യും. അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ്. ഞങ്ങളിതിൽ നിങ്ങളുടെ സാമ്പിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ഇത് പാചകം ചെയ്ത് നിങ്ങൾക്ക് സെർവ് ചെയ്ത് കാണിക്കണമെന്നാണ് വിചാരിച്ചത്. അതിന് ഞാൻ കുറച്ച് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും അങ്ങോട്ട് എത്തിയില്ല. സിറ്റിസൺസ് ക്ലബ്ബിലൊക്കെ വെച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. എന്തുവേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പാക്കറ്റുകൾ തരുന്നുണ്ട്. നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി നോക്കുക. നിങ്ങളുടെ ഒരു പരിചയമുള്ള ആൾക്കാരോട് ഇതിനെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ മെസ്സേജ് നമ്മൾ ജനങ്ങളിൽ എത്തിക്കുക. ഇത് ഞങ്ങൾ വളരെ വില കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ആദ്യത്തെ ഏറ്റവും വലിയ ചലഞ്ചിൻ്റെ വിലയായിരുന്നു. കാര്യം ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കറിയാം. റൈസും വീറ്റുമാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള 2 സീറിയൽ. 40 രൂപ 50 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പക്ഷേ ബാക്കി ഏതൊരു സാധനം നോക്കിയാലും വളരെ വിലക്കുള്ള. പക്ഷേ വില കൂട്ടി നമ്മൾ ഇത് നാട്ടിലെത്തിച്ചാൽ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ വെറും 162 രൂപയ്ക്ക് ഒരു പാക്കറ്റിലാണ് MRP നമ്മൾ വിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ഫാമിലിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് എഫാണ്. ഒരു 25 ചപ്പാത്തി അല്ലെങ്കിൽ 4 കുറ്റി പൂട്ടൊക്കെ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊരു 4-5 പേരുള്ളവർക്ക് സഫീഷ്യൻ്റാണ്. അപ്പം അങ്ങനെ പോലും നമ്മൾ നോക്കിയിട്ട് ആണിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഞങ്ങളോട് ഒത്ത് സഹകരിച്ച് ഇത് മീഡിയയിലൂടെ ഒന്ന് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ഈ ന്യൂസ് ഒന്ന് എത്തിക്കുക. അര കിലോയുടെ ഒരു പാക്കറ്റാണ് 162. നമ്മളിൻ്റെ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ഏർപ്പെടുത്തി എല്ലാ ഷോപ്പിലും ഉണ്ട്. അതുകൂടാതെ ഓൺലൈനിൽ ഇറ്റ്സ് അവൈലബിൾ ആണ്. ആമസോണിലും ഞങ്ങളുടെ സൈറ്റിലും അവൈലബിൾ ആവും. ഞാനത് ഞങ്ങൾക്കൊരു ലീഫ്ലെറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇവ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ മാർക്കറ്റിംഗിൽ അവൈലബിൾ ആണ്. ഞങ്ങളിതിൻ്റെ അകത്ത് മില്ലറ്റ്സ് വളരെ കുറവാണ്. അതാണ് വേറൊരു കുഴപ്പം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മില്ലറ്റ്സ് ശരിയായി റെഗുലറായിട്ട് കഴിച്ചാൽ, മില്ലറ്റ്സ് മാത്രം റെഗുലറായിട്ട് കഴിച്ചാൽ വയറ്റിൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും, നല്ല ഗട്ട് ഫോർമേഷൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ആദ്യം നമ്മൾ അരിയിൽ നിന്ന് ഗോതമ്പിലേക്കും, ഗോതമ്പിൽ നിന്ന് സൂചി ഗോതമ്പിലേക്കും, പിന്നീട് മില്ലറ്റ്സിലേക്കൊക്കെ ആൾക്കാർ മാറും. ഇതിൻ്റെ അകത്ത് 10-15% മില്ലറ്റ് ഉള്ളൂ. ബാക്കി 85% നട്ട്സ്, ലെൻറ്റിൽസ്, ഓട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാക്കറ്റ് ചപ്പാത്തി, പുട്ട്. അപ്പോൾ ആദ്യം 4 പ്രോഡക്റ്റ് ഇറക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീം 2 പ്രോഡക്റ്റ് ഒരു സമയത്ത് ഇറക്കിയാൽ മതി, അടുത്ത 2 മാസം കഴിഞ്ഞ് ഇറക്കാൻ മതി, എന്നാലേ ഉള്ളൂ ആളുകൾക്ക് ഓരോന്ന് ആയിട്ട് പരിചയമായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 2 പ്രോഡക്റ്റ് വെച്ച് ഇറക്കാമെന്ന് വെച്ചത്. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല പ്രോഡക്ട്സ് ഇപ്പോൾ മാർക്കറ്റിലും നമുക്കറിയാം ഭയങ്കര കളർഫുൾ പാക്കറ്റുകളാണ്.
സിഗ്നേച്ചറിൻ്റെ ഒരു നാച്ചുറാലിറ്റി വിജയിക്കാൻ വേണ്ടി തന്നെ അതിൻ്റെ കളറുകൾ വളരെ കളർ കുറച്ചുകൊണ്ട് സിമ്പിളായിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബേസിൽ ഇതിൻ്റെ ട്രാൻസ്പെറൻസി തീർച്ചയായിട്ടും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടാകും. സീറോ പ്രിസർവേറ്റീവ്, സീറോ കളറാണ്. കാർബോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 58%. നമ്മൾ റൈസിൽ കാർബോ 80% ആണ്, മില്ലറ്റ്സ് 65 ആണ്. പക്ഷേ ഈ കാർബോയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഗ്ലൈസിമിക് ആണ്. ഗ്ലൈസിമിക് ലെവൽ ഈസ് ലെസ് ദാൻ 50 ആണ്. ഉളശ്ശേലാണ്. ഞങ്ങളുടെ എല്ലാ ഫാക്ടറി പ്ലാന്റുകളും ഉളശ്ശേലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ പ്രോഡക്റ്റുകൾ ഇറങ്ങാത്തതാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഈ പറഞ്ഞ ബാക്കിയുള്ളവരെല്ലാവരും മില്ലറ്റ്സ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വീറ്റോ റൈസോ ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് ഇറക്കത്തില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ അകത്തൊരു ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്. ആ ഗ്ലൂട്ടൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പരത്താൻ പറ്റുന്നത്. ഈ ചപ്പാത്തി പരത്തിയെടുക്കാൻ പറ്റുന്നത് ഗ്ലൂട്ടൻ്റെ പ്രസൻസ് ആണ്. പക്ഷേ ആ ഗ്ലൂട്ടൻ ആസ് സച്ച് ഈസ് ഹാംഫുൾ ടു ദ ബോഡി ഓൾസോ. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഈ ചപ്പാത്തി കൊണ്ട് നമുക്കൊരു 6 ഇഞ്ച് കൂടുതലൊന്നും പരത്താൻ പറ്റത്തില്ല. ഒരു 10 ഇഞ്ച് വലുപ്പത്തിലുള്ള ചപ്പാത്തി ഒന്നും പറ്റത്തില്ല. അപ് ടു 6 ഇഞ്ച് വി ക്യാൻ ഹാവ് ഇറ്റ്. കാര്യം ആ ഗ്ലൂട്ടൻ്റെ പ്രസൻസ് ഇല്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമായിരുന്നു. അതിൻ്റെ അകത്ത് പലരും ഇറക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ 20-25-30% ഗോതമ്പിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടൊക്കെയാണ്. അതും വളരെ ദുർലഭമായിട്ട് മാത്രമേ ഉള്ളൂ. വീറ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കോസ്റ്റ് കുറച്ച് എടുക്കാം. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. വീറ്റിൻ്റെയും റൈസിൻ്റെയും കാർബോഹൈഡ്രേറ്റ് വളരെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്നതാണ്. ഇതിൻ്റേത് അറൗണ്ട് 50 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 100ഓളം ആൾക്കാർ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു സൗജന്യമായിട്ട് ഞങ്ങളോടൊത്ത് സഹകരിച്ചായിരുന്നു. ഇത് ഉപയോഗിക്കുകയും അവരുടെ ഓരോരുത്തരുടെയും ഗ്ലൂക്കോസ് ലെവൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ എല്ലാവരുടെയും വന്ന ഒരു കോമൺ ഒപ്പീനിയനാണ് ഈ പറഞ്ഞൊരു 30% കുറച്ച് നമ്മൾ ഇൻപുട്ട് മെഡിസിൻസ് മതി എന്നുള്ളത്. ഇന്ന് ആക്ച്വലി ക്വാളിഫൈഡ് ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അവരുടെ ഒരു പ്രതിനിധിയും അതുപോലെ തന്നെ സജീവിനി വെൽനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ അങ്കമാലിയിലൊരു ഗ്രൂപ്പുണ്ട്. അവരും നമ്മളുമായിട്ട് സഹകരിച്ചാണ്. അവരുടെ വരാമെന്ന് പറഞ്ഞാണ്. അവരുടെ ഇൻമേറ്റ്സിൻ്റെ അടുത്തും ഇത് നമ്മളൊരു കഴിഞ്ഞ 6 മാസമായിട്ട് കൊടുത്ത് അവരുടെ ഓരോ ദിവസത്തെയും ബ്ലഡ് ലെവല്, ഗ്ലൂക്കോസ് ലെവല് നമ്മൾ മോണിറ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. രണ്ടാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ പോലും വെയിറ്റ് കൺട്രോളിന് ഏറ്റവും ഫലപ്രദമായ ഒരു സാധനം. കാര്യം ഇതിനകത്ത് നമ്മൾ ഏറ്റവും മറ്റേ ഈ GI കൗണ്ട്, ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്റ്റാർച്ച് ഫാറ്റായിട്ട് ഫോം ചെയ്യും. ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കൊണ്ട് ഡൈജഷൻ തീരുവാണെങ്കിൽ ഇതൊരു 6 മണിക്കൂർ കൊണ്ട് ഡൈജഷൻ തീരുള്ളൂ. വളരെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യത്തും. അതാണ് അതിൻ്റെ വേറെ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ അല്ല അതിൻ്റെ അകത്ത് ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ ലെവൽ. എന്തെങ്കിലുണ്ടോ സാർ? അപ്പോൾ നിങ്ങൾ ഈ മെസ്സേജ് നാട്ടുകാരുടെ അടുത്ത് നിന്ന് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുക. ഞങ്ങളിത് കുറച്ചുകൂടെ ഒരു സർവീസ് പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ മെനസാണ് ഈ ഡയബറ്റീസ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ വരിക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ പ്രൊഡക്ട്സിൻ്റെ പ്രൈസൊക്കെ വളരെ കുറച്ച് വെച്ചിരിക്കുന്നത് വർക്കബിൾ ലെവലിലേക്ക്. ഇതിൽ തന്നെ ഞങ്ങൾ ചാർജ് ചെയ്യുന്നൊരു 100 രൂപയാണ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ GST ആയിട്ടും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാർജിനായിട്ടും റീറ്റെയിലർ മാർജിനുമായിട്ട് പോകുന്നതുകൊണ്ടാണ് ഈ 162 പോലും വരുന്നത്. അതില്ലാതെ നമുക്കത് മാർക്കറ്റിംഗ് എത്തപ്പെട്ടതില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ഒന്നും ചെയ്ത് ഈ പ്രോഡക്റ്റ് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും പുതിയ പ്രോഡക്റ്റാണ്, പുതിയ പരീക്ഷണമാണ്. ഡെഫിനറ്റായിട്ടും കാര്യം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ട് പല പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി, ക്വാളിറ്റി ഞങ്ങൾക്ക് ഇഷ്ടമില്ല. നമ്മൾ സാറിന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അഡ്വർടൈസ്മെന്റ് വേണ്ടി എടുക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ നോക്കി വളരെ ഗുണകരമായ ഒരു പ്രോഡക്റ്റാണെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യമില്ലെങ്കിൽ പോലും, പരസ്യമില്ലാതാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഗ്രാജുവലി ഇതൊന്ന് വളരും തോറും നമുക്ക് കാര്യമായ രീതിയിലുള്ള സഹകരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. നമുക്ക് എല്ലാം കൂടെ കൂടി ഒന്നിച്ച് പിടിച്ച്
പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഡയബറ്റീസുകാർക്കോ അല്ലെങ്കിൽ രോഗികൾക്കോ വേറൊരു ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നെങ്കിൽ എല്ലാവർക്കും ഈ പുട്ട് ഉപയോഗിക്കാം. കാര്യം ഒരു പാക്കറ്റ് എടുത്താൽ അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ സഫീഷ്യൻ്റ് ആണ്. ഒരു 250 ഗ്രാം കൊണ്ട് നമുക്ക് 1.5 കുറ്റി പുട്ടാവും. ഒരു 3 പേരൊക്കെ ഉള്ളെങ്കിൽ അത് ഇനഫാണ്. അപ്പോൾ അതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിത് ഞാൻ പറയല്ലോ 100ഓളം ആളുകളുടെ ഇടയ്ക്ക് പരീക്ഷിച്ചപ്പോൾ പല സ്ത്രീകളും മുന്നോട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയാണ് എളുപ്പം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയുടെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ് പൊട്ടാസ്യം സോർബേറ്റ് ആണ് ഇതൊക്കെ ചേർക്കുന്നത്. ഈ പൊട്ടാസ്യം സോർബേറ്റിൻ്റെ നമ്മുടെ ഫുഡ് FSSAI പെർമിറ്റ് ചെയ്തിരിക്കുന്ന 0.2% ആണ് മാക്സിമം ലെവൽ. എന്ന് പറഞ്ഞാൽ 1000 കിലോ മിക്സറിൻ്റെ അകത്ത് വെറും 20 ഗ്രാമേ ചേർക്കാൻ പറ്റുള്ളൂ. ഈ 1000 കിലോയ്ക്കകത്ത് 20 ഗ്രാം ചേർത്താൽ എന്തുമാത്രം മിക്സ് ചെയ്ത് വരും, പല ഭാഗത്തും എത്തുകയില്ല. അപ്പോൾ മാനുഫാക്ചേഴ്സ് അത് 40, 60, 100 ആയിട്ട് ചേർക്കും. ഇത് നേരെ നമ്മുടെ കരളിനെയും പാൻക്രിയാസിനെയും ഒക്കെയാണ് ബാധിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തപ്പം ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ റോട്ടി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ട് സ്ത്രീകൾ അനുഭവിക്കുന്നത് ഇതിൻ്റെ കുഴയ്ക്കുന്ന ഭാഗമാണ്. അപ്പം ഞങ്ങൾ ആൾക്കാരോട് പറഞ്ഞു അത് കുറയ്ക്കാനായിട്ട് എന്താ മാർഗം. അപ്പം നമ്മളത് പിന്നീട് ഡെവലപ്പ് ചെയ്ത ഇതിൻ്റെ ഈ പ്രൊഡക്ട്സിനൊക്കെ ഉള്ള നമ്മളൊരു പാത്രത്തിൽ അല്ലെങ്കിൽ അളവിന് പൊടിയെടുക്കുന്നു. ഇതിന് റിക്വയർമെൻ്റ് ഉണ്ട് വെള്ളത്തിൻ്റെ. ആ റിക്വയർമെൻ്റ് ഉള്ള വെള്ളം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒരു 6 പ്രാവശ്യം 7 പ്രാവശ്യം കറക്കിയാൽ നമുക്ക് ഡൗ ഫോം ചെയ്യും. ആ ഡൗ ഫോം അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് എന്നിട്ടൊരു അരമണിക്കൂറോ വല്ലതും വെറുതെ വെച്ച് ആ ചൂട് കഴിയുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി പ്രോഡക്റ്റാണ്. രണ്ടാമത് പുട്ടിൻ്റെ കേസിൽ ഞങ്ങൾ അവരുമായിട്ട് സംവാദിച്ചപ്പോൾ അവർ പറഞ്ഞു പുട്ടൊക്കെ എളുപ്പമാണ്, പക്ഷേ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്താണ് നമ്മൾ നനയ്ക്കേണ്ടത്. നനയ്ക്കുക എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ഒക്കെ എടുക്കും നനയ്ക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും നേരം കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു പോയിന്റ് ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞു. അപ്പം അവർ കണ്ടുപിടിച്ച ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ സമയം കിട്ടുമ്പോൾ വൈകുന്നേരമോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ പുട്ടുണ്ടാക്കുക, മുഴുവൻ പുട്ടും ഉണ്ടാക്കുക, ഫ്രിഡ്ജ് വെക്കുക. ആവശ്യമുള്ള പുട്ട് നമ്മളെടുത്ത് മിക്സിയിലൊന്ന് പ്ലാൻസ് ചെയ്ത് പൊറോട്ടം തിരിച്ചിട്ട് കുറ്റിയിലിട്ട് നമ്മൾ ആവി കയറ്റിയാൽ ആദ്യത്തെ ദിവസത്തേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് രണ്ടാമത് കിട്ടും. അപ്പോൾ അത് നമ്മുടെ വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടൈം സേവിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് മാറുക. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീകൾക്കൊക്കെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രാവിലെയാണ് ഏറ്റവും തിരക്ക്. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇത് ചെയ്താൽ മതി. തലേ ദിവസം ഉണ്ടാക്കി വെക്കാം. ആവശ്യമുള്ള എത്രയാണെന്ന് കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് 2 മിനിറ്റ് 1 മിനിറ്റ് വേണ്ട മിക്സിയിലൊന്ന് കറക്കാൻ. വെള്ളം ചൂടാക്കി വന്നാൽ അനദർ 1 or 2 മിനിറ്റ് കൊണ്ട് പുട്ട് മേശപ്പുറത്ത് റെഡിയാവും. അത് ഒറിജിനൽ ഉണ്ടാക്കിയതിനേക്കാൾ നല്ലതാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഈ പറഞ്ഞ ഡൊമസ്റ്റിക് ആയിട്ട് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ മാനുവൽ ലേബർ കുറയ്ക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട്.